ഹായ് എവരിവൺ. ഇപ്പോൾ ഓല S1 Pro Plus Gen 3 4 kWh 10,000 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വണ്ടി നമ്മളെടുത്തിട്ട് ഓൾമോസ്റ്റ് 6.5 മാസമായി. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിൽ എത്ര മാസം യൂസ് ചെയ്ത് എത്ര മാസം ഷോറൂമിൽ കിടന്ന് എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി ഞാൻ എടുത്തത് ജൂലൈ 28-നാണ് ഡെലിവറി ആയത്. ഓക്കെ, ജൂലൈ 19 ബുക്ക് ചെയ്തതാണ്. ജൂൺ 19 ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അറിയാലോ, ഓലയാണ് ഡിലേ ആയി, കുറേ കാലം ഡിലേ ആയിട്ടാണ് കിട്ടിയത് വണ്ടി. ഓൾമോസ്റ്റ് 1 മാസം 10 ദിവസം കഴിഞ്ഞിട്ടാണ് വണ്ടി ഡെലിവറായി. അങ്ങനെ ഡെലിവറായി കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയിൽ 2 സൈഡിലും ചെറിയ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. ഈ സൈഡിലും അതേപോലെ തന്നെ അപ്പർ സൈഡിലും സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. അത് റബ്ബ് ചെയ്ത് ഞാൻ തന്നെ പോക്കിയതാണ്. അതിന് ചെയ്യാനുള്ള പൈസ അവർ തന്നു, ചെറിയ പൈസ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ വണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് വണ്ടിക്ക് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. സൗണ്ട് പറഞ്ഞാൽ നോർമൽ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സൗണ്ടല്ല, നല്ല രീതിയിൽ തന്നെ ഒരു വിസിങ് സൗണ്ട്, ആ സൗണ്ട് നല്ല രീതിയിലുണ്ട്. നമ്മൾ ഹയർ RPM-ലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ വണ്ടി സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. ലുക്സൊക്കെ നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാൻ, ഉണ്ടല്ലേ. കാണാനും കാര്യങ്ങളൊക്കെ നൈസാണ്. പിന്നെ ഹൈ ബീം, ലോ ബീം, അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റും ഒരു DR വരുന്നുണ്ട്. നമുക്കത് ഓൺ ഓഫ് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ മിറേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിസിബിലിറ്റി ഓക്കെയാണ്, പക്ഷേ ക്വാളിറ്റി വളരെ മോശമാണ്. സ്കൂട്ടേഴ്സിന് ഉള്ള മിറർ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഹാൻഡിലുണ്ടോ, ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സാധാ സ്കൂട്ടേഴ്സിൻ്റെ അതേ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്സിലേറ്ററാണ്, ഇതൊരു കുറച്ച് ഗ്രിപ്പ് കൂടുതലുള്ള റബ്ബറി സാധനമാണ് ശരിക്കും ആക്സിലേറ്റർ പെഡൽ. പിന്നെ വണ്ടീൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 13 കിലോവാട്ടിൻ്റെ മോട്ടറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ മോട്ടറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുന്നില്ല. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതായത് 18 bhp വരും 13 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ. ആ പേപ്പറിൽ, അതായത് അവർ പരസ്യത്ത് കാണിക്കുന്ന ആ പവർ 18 bhp നമുക്ക് എന്തായാലും കിട്ടില്ല. ഓക്കെ, കാരണം അവർ സോഫ്റ്റ്വെയറിൽ നല്ല രീതിയിൽ പവർ കുറച്ചിട്ടാണ് വണ്ടി തരുന്നത്. മീൻസ് 18 bhpൻ്റെ പവറില്ല, അതെന്തായാലും കുറച്ചിട്ടാണ് തരുന്നത്. അതേപോലെ ടോർക്കും 58 Nm ന്യൂട്രൺ മീറ്റർ ടോർക്കാണ് ഇവർ പറയുന്നത്. ഞാൻ പല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും അതിൽ നമുക്ക് ഇതിൽ തന്നെ ടോർക്ക് മീറ്റർ കാണിക്കും, നമുക്ക് അതിൽ സെലക്ട് ചെയ്യാം. അതിൽ ടോർക്ക് മീറ്ററിൽ 38 Nm മേലേക്ക് ഇതിൽ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് മീറ്റർ കാണിക്കുന്നതിൻ്റെ പ്രശ്നമാണോ അല്ലെ അത് കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണോ അറിയാം. അതേപോലെ തന്നെ വണ്ടീൻ്റെ ബ്രേക്കിങ്, ഫ്രണ്ട് ബ്രേക്ക് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇത് ABS ആണ് വരുന്നത്, S1 Pro Plus ABS ആണ് വരുന്നത്. പക്ഷേ റിയർ ബ്രേക്ക് ചില സമയത്ത് ലോക്ക് ആവുന്നുണ്ട്. ഒരു സമയത്ത് ഭയങ്കര ഡേഞ്ചറായിട്ട് വണ്ടി ലോക്കായിട്ടുണ്ട്. റിയർ ബ്രേക്ക് അപ്പോൾ ലോക്ക് ആവുന്നുണ്ട്. പിന്നെ ഗ്രാബ് ഹാൻഡിൽ നല്ലതാണ്, പക്ഷേ നിങ്ങൾക്ക് ഉണ്ടോ ഇവിടെ ഇളകുന്നുണ്ട്. അത് സർവീസ് കഴിഞ്ഞ് കിട്ടിയതിൻ്റെ കുറേ സൈഡ് ഇഫക്ട്സ് ആണ്. സർവീസ് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ കുറേ സ്ക്രാച്ചസും ഇങ്ങനത്തെ കുറേ കംപ്ലയിൻറ്റ്സ്. പിന്നെ നമുക്കിവിടെ മൊബൈൽ ചാർജിങ്ങിൻ്റെ പോർട്ടുണ്ട്, അത് സർവീസ് കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യാണ്ടായി. അതായത് വണ്ടീൻ്റെ മോട്ടറും ഡിസ്പ്ലേയും പല കാര്യങ്ങളും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ വണ്ടി എടുത്തതിൻ്റെ എന്തൊക്കെ റീപ്ലേസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. 2 പ്രാവശ്യം HMI ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് ഡിസ്പ്ലേ 2 പ്രാവശ്യം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബാറ്ററീൻ്റെ ഉള്ളിൽ വരുന്നൊരു ബോർഡുണ്ട്, BMS എന്ന് പറയും, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ബോർഡാണ്, മദർ ബോർഡൊക്കെ പോലുള്ള, അത് 2 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം മോട്ടർ, ഓക്കെ, മോട്ടർ 1 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ ഇതിൽ മാറ്റാത്ത ഉള്ളത് മെയിൻ പാർട്ടായിട്ട് ബാറ്ററി മാത്രമേ ഉള്ളൂ. ബാറ്ററി എത്ര കാലം കിട്ടും നമുക്ക് കണ്ടറിയാം. അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതിനനുസരിച്ച് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ചാർജിങ്ങിന് എന്തായാലും ഓൾമോസ്റ്റ് ഒരു 5 hours മേലെ എടുക്കും. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ ചാർജ് ചെയ്യുമ്പോൾ ഒരു 10% to 100% ഒരു 97 to 100 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അരമണിക്കൂർ അതിന് മാത്രം എടുക്കുന്നുണ്ട്. അല്ലാതെ ഒരു 95-97 ഒക്കെ ആവാൻ എന്തായാലും ഒരു 5 hours എബോവ് എടുക്കുന്നുണ്ട്. പിന്നെ ടയേഴ്സ്, ഇതിന് വീതിയുള്ള ടയേഴ്സാണ്, 110 സെക്ഷൻ ടയേഴ്സാണ്. കുഴപ്പമില്ല, നല്ല ഗ്രിപ്പാണ് റോഡിൽ. ഓക്കെ, മഴ പെയ്യുക അതേപോലെ നനവുള്ള സ്ഥലത്ത് കൂടി പോകുമ്പോൾ തീരെ ഗ്രിപ്പില്ല, തുറന്ന് പറയാണ്. കാരണം എടുത്ത് കഴിഞ്ഞിട്ട് നനവുള്ള സ്ഥലത്തോ പുല്ലിൽ ചെറിയ വെള്ളമുള്ള സ്ഥലത്തൊക്കെ നമ്മളൊന്ന് ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി ട്രാക്ഷനും ഇല്ല, ഒന്നുമില്ല, അതേപോലെ അങ്ങോട്ട് പോകും. ഓക്കെ, പിന്നെ Generation 2 വരുന്ന സെയിം ഷോക്ക് അബ്സറാണ് ബാക്കിൽ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, Gen 2ൻ്റെ ഷോക്ക് അബ്സറാണ്
വളരെ ലോ ഇമ്പാക്റ്റാണ് എടുക്കുള്ളൂ. ഹെവി ഇമ്പാക്റ്റ് വരുമ്പോൾ നമുക്ക് ഹാൻഡിൽ ബാറിൽ വരെ അറിയാനുണ്ട്. ഓക്കെ, ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ 2 ഷോക്ക് അബ്സറും പക്കയാണ്. പക്ഷേ കട്ടറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ കുലുങ്ങും. പിന്നെ ഓലേൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് പറയണ്ടല്ലോ. ഇവിടെയൊക്കെ കാണാം നിങ്ങൾക്ക് ഉണ്ടോ, ഇതൊക്കെ പൊളിഞ്ഞ് പോയ പോലെയാണ്. കാരണം അത്രയും ലോ ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് കേട്ടോ, വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫൈബറൊക്കെ ശരിക്കും നല്ല ക്വാളിറ്റി ഫൈബേഴ്സാണ്. പക്ഷെ അത് അവർ പ്രോപ്പർലി അതിന് വേണ്ട സ്ക്രൂസും കാര്യങ്ങളൊന്നും കൊടുത്ത് ഫിറ്റ് ചെയ്തിട്ടില്ല. അതാണ് മെയിൻ ഇഷ്യൂ. ഓക്കെ, നമുക്ക് ഞാൻ പല സ്ഥലത്ത് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ആണെങ്കിലും ഉണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് ഗ്യാപ്പാണ്. ഉണ്ടോ, ഇത് പാരലായിട്ടല്ലേ ഉള്ളൂ. ഇവിടെ കണ്ടില്ല, ഇവിടെ ഗ്യാപ്പ് കൂടുതലാണ്, എന്നാൽ ഇവിടെ ഗ്യാപ്പ് കുറവാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ പല പ്രശ്നമുണ്ട് വണ്ടിക്ക്. അതായത് ആ ഫൈബർ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അത്ര ക്ലിപ്പും കാര്യങ്ങളും കൊടുക്കാത്ത ആയിരിക്കും ഡിസൈൻ്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. പക്ഷേ ഈ സാധനം നല്ല ഡ്യൂറബിളാണ്. അത്യാവശ്യം കാണുമ്പോൾ പ്ലാസ്റ്റിക് ആയിട്ട് തോന്നുമെങ്കിലും ഫൈബർ പക്ക നല്ല ക്വാളിറ്റി ഫൈബർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പല ആൾക്കാർക്കൊക്കെ വണ്ടി വീണിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാലും പൊട്ടിയിട്ടില്ല. ഇവിടെ നല്ല സ്ക്രാച്ച് ആയാൽ പോലും ഹെവി ആക്സിഡൻ്റ് ഒക്കെ നടന്ന വണ്ടികളൊക്കെ ഞാൻ ഷോറൂമിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുപോലും ഇതങ്ങനെ പൊട്ടിപ്പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ സ്ക്രാച്ച് നല്ല രീതിയിലാവുക അങ്ങനൊരു ഇതാണ്. പിന്നെ പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ ആവറേജാണ്, പറയേണ്ട ആവശ്യമില്ല. പിന്നെ അത്രയൊക്കെയാണ്. നമ്പർ പ്ലേറ്റ് പിന്നെ Gen 1 Gen 2 ഉള്ള പോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ തട്ടി വളയുന്ന സെയിം സിനാരിയോ ആണ് ഇവിടെ ഉള്ളത്. അതിനൊന്നൊരു മാറ്റമില്ല. പിന്നെ സിംഗാംസ് ഉണ്ട്. സിംഗാംസൊക്കെ ക്വാളിറ്റി ഉണ്ട് ശരിക്കും. സിംഗാംസൊക്കെ വന്നപ്പോൾ Gen 1 വെച്ച് നോക്കുമ്പോൾ ശരിക്കും വണ്ടി കുറച്ചും കൂടി അടിപൊളിയാണ് ആവേണ്ടത്. പക്ഷെ അതിനുള്ളൊരു ഡ്യൂറബിലിറ്റി സിംഗാമിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഇവർ യൂസ് ചെയ്തില്ല എന്ന് വേണം പറയാൻ. പിന്നെ ചെയിൻ ഡ്രൈവാണ്, ചെയിൻ്റെതായിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരും. എൻ്റെ വണ്ടി കുറേ ദിവസം നിർത്തിയിട്ട് 2 മാസം 2.5 മാസം ഷോറൂമിൽ കിടന്നു, എന്നിട്ടും വലിയ ഇഷ്യൂ ഒന്നും വന്നില്ല, റസ്റ്റോ കാര്യങ്ങളൊന്നും. ഇപ്പോൾ ഇത് ഒല എടുക്കണമെന്നുള്ള ഒരു ചോദ്യത്തിന് ഞാൻ ക്ലിയറായിട്ട് ഉത്തരം പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഒല എടുക്കരുത്. കാരണം എല്ലാ സ്ഥലത്തും സർവീസും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ള സർവീസ് സെൻറ്ററിൽ പോലും നല്ല രീതിയിൽ സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയും വണ്ടികളാണ് അവിടെ കിടക്കുന്നത്. ഒരു മാസമൊക്കെ കണക്കാണ് വലിയ എന്തെങ്കിലും ഇഷ്യൂ വന്നാലേ സർവീസ് ചെയ്ത് കിട്ടാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പാർട്സ് കിട്ടാനില്ല. പാർട്സ് കിട്ടാണ്ട് അവർക്ക് സർവീസ് ചെയ്യാൻ പറ്റില്ല, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഇനിയുള്ള ഒരു ഇതിൽ നിങ്ങൾ ഒല എടുക്കാതിരിക്കുക. കാരണം അതിനുള്ളൊരു പ്രൊട്ടസ്റ്റ് ആയിട്ടെങ്കിലും. കാരണം വണ്ടീൻ്റെ ഫീച്ചറും ലുക്സ്, ഇത്രയും ലുക്കുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇത്രയും ലുക്കുള്ള ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഏതറിനെക്കാട്ടും റിവറിൻ്റെ ആയാലും ഏത് സ്കൂട്ടേഴ്സിനെക്കാട്ടും ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയ ഒല തന്നെയാണ്. കാരണം അത്രയും അടിപൊളി ലുക്സാണ്, ഡിസൈനായാലും ഓക്കെ അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ അത് നമുക്ക് അതല്ല, നമ്മൾ റിലയബിലിറ്റീൻ്റെ മെയിൻ കാര്യം സർവീസാണ്. വണ്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒരു ഡീലേഴ്സോ അല്ലെങ്കിൽ ഒരു റിപ്പയർ ചെയ്യുന്ന ആൾക്കാരോ ഇതൊന്നും തൊടാൻ പോലും നിൽക്കില്ല. അങ്ങനത്തെ ഒരു മെയിൻ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസ് സെൻറ്റർ പക്കയല്ലെങ്കിൽ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ 1.5 ലക്ഷം 2 ലക്ഷം റുപ്യ കൊടുത്തിട്ട് വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാതെ സർവീസ് സെൻറ്ററിൽ ഇടേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഒരുവിധ ഓല യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. അത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. നമ്മളത് സാറില്ല, വണ്ടി കംപ്ലൈൻറ്റ് ആവില്ലായിരിക്കും എന്ന് വിചാരിച്ച് എടുത്തു കഴിഞ്ഞാൽ പെടും എന്ന് പറഞ്ഞാൽ 100% പെടും. കാരണം പല മാനുഫാക്ചറിങ് ഡിഫക്ട്സും അല്ലാതെ ആയിട്ട് കുറേ കംപ്ലയിൻസ് ഉള്ള വണ്ടിയാണോ അല്ല. കംപ്ലയിൻസ് ഇതിൻ്റെ ഒരു കൂടപ്പുറപ്പാന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ കംപ്ലയിൻസ് വരുന്ന വണ്ടിയും ഓല തന്നെയായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ. ഓക്കെ, സീറ്റൊക്കെ നിങ്ങൾക്ക് കാണാം, നല്ല കുഷനിങ് ആണ് കേട്ടോ. സീറ്റൊക്കെ പക്കയാണ്, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, ഒരു കുഷനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഫുട്ബോളായാലും ഫ്ലാറ്റാണ് കാണാം. ഇങ്ങനെ ഒരു മാറ്റ് വാങ്ങിയിട്ടാൽ മതി. ഇവിടെ ഐറ്റംസ് കീപ്പ് ചെയ്യാനുള്ള സാധനം. ഡിസ്പ്ലേ അത്യാവശ്യം റെസ്പോൺസീവ് ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഡിസ്പ്ലേക്ക് അതിൻ്റെ പോരായ്മ ഉണ്ട്. കാരണം ചില സമയത്ത് ടച്ച് വർക്കാവില്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒലേൻ്റെ മെയിൻ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് വഴി ചോദിക്കുക. ഇനി ചെറിയ എന്തെങ്കിലും വീഡിയോ ആണെങ്കിൽ ഞാൻ ഷോർട്സോ അങ്ങനെയൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ ഈ വീഡിയോ എടുക്കുക ആദ്യം മുതലേ ഞാൻ പറയുന്നത് എനിക്ക് വ്യൂസിന് വേണ്ടിയിട്ടോ റീച്ചിന് വേണ്ടിയിട്ടോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി ഒല ഭയങ്കര ഹൈപ്പോട് കൂടി ഭയങ്കര ഇഷ്ടത്തോടെ എടുത്തൊരു വണ്ടിയാണ്. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്നതിൽ പല ആൾക്കാർക്കും അത് അറിയാം. അപ്പോൾ നെഗറ്റീവൊക്കെ മറന്ന് ഞാൻ എടുത്ത വണ്ടിയാണ്. പക്ഷേ എനിക്ക് കിട്ടിയ പണി അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് വേറൊരാൾക്ക് ആ ബുദ്ധിമുട്ട് വരരുത് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.